ആദ്യം കസ്റ്റംസിന്റെ മിന്നൽ റെയ്ഡ്, പിന്നാലെ ഇഡിയും. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനം ഇന്ത്യയിലെത്തിച്ച കേസിൽ സിനിമാ താരങ്ങൾക്ക് കുരുക്ക് മുറുകുകയാണ്. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ വീടുകളിലും പൃഥ്വിരാജിന്റെ തോപ്പുംപടിയിലെ ഫ്ളാറ്റിലും അമിത് ചക്കാലക്കലിന്റെ വസതിയിലുമായിരുന്നു പരിശോധന. പിന്നീട് കണ്ടത് നാടകീയമായ രംഗങ്ങൾ. ഉച്ചയോടെ ഇഡിയുടെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ നിന്ന് ദുൽഖർ കൊച്ചിയിലെത്തുന്നു. കാർ വാങ്ങിയതിന് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് താരത്തെ വിളിച്ചു വരുത്തിയത്. ആഡംബര വാഹനങ്ങൾ വാങ്ങിയതിൽ മാത്രമല്ല, കള്ളപ്പണ ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. തന്റെ വാഹനം വിട്ടു നൽകണമെന്ന ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇഡിയുടെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ. ഓപ്പറേഷൻ നുംകൂർ എന്ന ഭൂട്ടാൻ വാഹന കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് തുടങ്ങിവെച്ച അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഇഡി കൂടി എത്തിയിരിക്കുകയാണ്. കസ്റ്റംസ് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തുകയും പിന്നീട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ 1000-ഓളം വാഹനങ്ങൾ വിറ്റുവെന്ന് കണ്ടെത്തുകയും പിന്നീട് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞത് 38 വാഹനങ്ങൾ മാത്രമാവുകയും ചെയ്തു. ഇതിൽ നടന്മാരടക്കം ഉപയോഗിച്ച വാഹനങ്ങൾ ഈ ലിസ്റ്റിലേക്ക് വന്നതോടുകൂടിയാണ് ഈ കേസ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൽ നടൻ ദുൽഖർ സൽമാന് 4 വാഹനങ്ങൾ ഉണ്ടെന്നും അമിത് ചക്കാലക്കലിന്റെ പക്കലും വാഹനങ്ങളുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കർശനമാക്കിയിരുന്നു. ദുൽഖറിൽ നിന്ന് 3 വാഹനങ്ങൾ കണ്ടെത്തി പിന്നീട് ഒന്നുകൂടി കണ്ടെത്താനുണ്ട് എന്ന് കസ്റ്റംസ് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് ദുൽഖർ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതി എന്തുകൊണ്ടത് വ്യവസ്ഥകളോടെ വിട്ടുകൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇഡിയുടെ പരിശോധന ഉണ്ടാകുന്നത്. ഇഡി ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് 17 ഇടങ്ങളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമെല്ലാം തന്നെ പരിശോധനകളുണ്ട് എന്നതാണ് അറിയിച്ചിരുന്നത്. രാവിലെ 7 മണിയോടുകൂടിയ പരിശോധനകളായിരുന്നു. വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഇവിടെയുള്ള പൊന്നുരുന്നിയിലുള്ള ഇവിടെ ദുൽഖർ സൽമാൻ്റെ ഈ വസതിയിൽ ഇവിടെ പരിശോധനകൾ നടന്നു. രാവിലെ തുടങ്ങിയ പരിശോധന രാത്രി 8 മണിയോടുകൂടിയാണ് അത് അവസാനിക്കുകയും ചെയ്തത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നതിൽ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തി എന്നത് തന്നെയാണ്. അത് ചെന്നൈയിൽ നിന്ന് ദുൽഖർ സൽമാനെ ഉച്ചയോടുകൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ദുൽഖറിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇതിൽ വിശദാംശങ്ങളടക്കം ശേഖരിച്ചുള്ള ഒരു പരിശോധനയിലേക്കടക്കം പോവുകയും ചെയ്തിരുന്നു. വിശദമായി ഇതിൽ ഫെമയുടെ നിയമലംഘനമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ കണ്ടെത്തിയിരുന്നത്. ഫെമ ചട്ടങ്ങളുടെ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ട് 3, 4 വകുപ്പുകൾ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ എന്താണ് ഈ വിദേശ നാണയ വിനിമയ ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ ലംഘിക്കുന്ന ഏത് രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. അത് അമിത് ചക്കാലക്കലിൻ്റെ കാര്യത്തിലും മറ്റ് നടന്മാരുടെയും ഇക്കാര്യത്തിൽ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരുടെ കാര്യത്തിലുമെല്ലാം തന്നെ ഇത്തരം പരിശോധനകൾ നടക്കും. പ്രധാനമായും തന്നെ അമിത് ചക്കാലക്കലും ദുൽഖറും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളിലുമെല്ലാം ഇത്തരം പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനയാണ് ഇന്ന് അവസാനിച്ചത്. രാവിലെ 7 മുതൽ തുടങ്ങിയ പരിശോധന രാത്രി 8 മണിക്ക് അവസാനിപ്പിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഏതായാലും വൈകാതെ ഇക്കാര്യങ്ങളിൽ ഇനി എന്ത് എന്ന കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോക്ക് ഇനിയും ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ഇഡി ഉദ്യോഗസ്ഥരടക്കമുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കും. കസ്റ്റംസും ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചി